ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോയത് ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. ഞങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്ട്രോബെറി നമ്മൾ പോയി എടുക്കുക, അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കുക, അങ്ങനെയുള്ളൊരു സെൽഫ് പിക്കിങ് പോലുള്ളൊരു ഫാമായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ചെന്ന ദിവസം ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മൻസ് ആയിരുന്നു കൂടുതൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കിയോസ്ക് ഉണ്ടായിരുന്നു. ഈ ഫാം നടത്തുന്ന ആളുകളുടെ ഒരു കിയോസ്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങിക്കണം. ഒരു ബാസ്ക്കറ്റിന് €1 ആണ്. അത് പേപ്പറിൻ്റെ ബാസ്ക്കറ്റാണ്. അതിൽ പോയിട്ടാണ് നമ്മൾ സ്ട്രോബെറീസൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ഇവിടെ തിരിച്ചു കൊണ്ടു കൊടുത്ത് എത്രയാണ് വെയിറ്റ് അതിനനുസരിച്ചുള്ള പൈസ അവിടെ കൊടുത്താൽ മതി. 1 കിലോ സ്ട്രോബെറിക്ക് €6.5 ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വൈന് ഒരു കുപ്പിക്ക് €4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാസ്ക്കറ്റും എടുത്ത് നമുക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറീസിൽ നിന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്ട്രോബെറി പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും സ്ട്രോബെറി ഒക്കെ കളക്ട് ചെയ്യുന്നത്. ഇത് കഴിച്ചു നോക്കി. എനിക്കിഷ്ടമല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളത് സിനിമയിലും നമ്മൾ വ്ളോഗിലൊക്കെ കണ്ടുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? ഇത് നല്ലൊരു കുഞ്ഞ്. അപ്പോൾ ഞാനും ഒരു സ്ട്രോബെറി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൂട്ടത്തിൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്ട്രോബെറി എടുത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞാനും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. എനിക്ക് കിട്ടിയ നല്ല സ്വീറ്റായിട്ടുള്ള സ്ട്രോബെറി ആയിരുന്നു. ചിലതൊക്കെ പുളിയുള്ളതുണ്ട്, എന്നാലും ഒട്ടുമിക്കതും നല്ല സ്വീറ്റുള്ളത് തന്നെ ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കഴിക്കണം. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും അതിനുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി ഓടി നടന്ന് അവൾ സ്ട്രോബെറി പൊട്ടിക്കലും പറക്കിയെടുക്കലും എല്ലാം കളക്ട് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൽ വൈറ്റ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെ ഓട്ടേഴ്സ്ലേബൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം ഉള്ളത്. എറഡ്ബീർ ഫെൽഡ് എന്നാണ് ജർമ്മനിൽ സ്ട്രോബെറി ഫാമിനെ പറയുന്നത്. എൻ്റെ ഒരു ഫോട്ടോ എടുക്കും. കുഞ്ഞു പിടിക്ക്. എൻ്റെ കൊടുക്കണം ചേച്ചാ, എൻ്റെ കഴിക്കണം. ഞാൻ കുറച്ച് കഴിക്കാം. നല്ലൊരു ആശയം. നമ്മൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ 2 ബാസ്ക്കറ്റ് സ്ട്രോബെറി കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റിൽ ഏകദേശം 1.5 കിലോയും മറ്റേ ബാസ്ക്കറ്റിൽ 1 കിലോയും, അങ്ങനെ 2.5 കിലോ ആണ് ഞങ്ങൾ മൊത്തം കളക്ട് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ സ്ട്രോബെറിക്ക് €6.5 ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ബാസ്ക്കറ്റിൻ്റെ തൂക്കം നോക്കില്ല, ബാസ്ക്കറ്റിൻ്റെ തൂക്കം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വെയിറ്റാണ് അവർ സ്ട്രോബെറിയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിതൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീണ്ടും കിയോസ്കിൻ്റെ അടുത്തേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഞങ്ങൾ വന്ന സമയത്ത് ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് കാർമേഘമൊക്കെ വന്ന് ചെറിയൊരു മഴയുടെ ചാൻസൊക്കെ ആയിട്ട് വന്നു. കാറ്റൊക്കെ ചെറുതായിട്ട് കൂടി കുറച്ചും കൂടി ഒരു തണുത്ത അന്തരീക്ഷമായിട്ട് മാറിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിനി ഇവിടെ അധികം നേരം നിൽക്കണ്ട, അത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. കവറിലേക്ക് വെച്ചാൽ പിന്നെ ഇവിടെ കാർഡ് പേയ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാശായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നമ്മളൊരു കുപ്പി വൈനും വാങ്ങിയിട്ടോ. സ്ട്രോബെറി വൈൻ തന്നെയായിരുന്നു.
8% ആൽക്കഹോൾ കണ്ടൻ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ല സ്വീറ്റായിട്ടായിരുന്നു കേട്ടോ വൈൻ. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വൈൻ്റെ വില എന്ന് പറയുന്നത് €4 ആയിരുന്നു ഒരു കുപ്പിക്ക്. അപ്പോൾ നമ്മൾ എല്ലാം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് ട്രാം കയറി പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.